Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം, പഠനവിധേയമായിട്ടുള്ള വിഷയം ഗർഭനിരോധനം അല്ലെങ്കിൽ കോൺട്രാസെപ്ഷൻ എന്നതിനെക്കുറിച്ച് സഭയുടെ ആധികാരികതയിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിനും പ്രത്യേകമായ ഒരു നിറവിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന് നമുക്ക് തുറന്നു കൊടുക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് തേടാം. പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഇന്ന് നമ്മുടെ സെക്യുലർ കൾച്ചറിൽ അല്ലെങ്കിൽ ധാരാളം ആളുകൾ, ക്രിസ്ത്യാനികൾ പോലും പ്രാക്ടീസ് ചെയ്യുന്ന കോൺട്രാസെപ്ഷൻ, ഇതെന്തുകൊണ്ട് തെറ്റ് എന്ന് കത്തോലിക്ക സഭ പറയുന്നു. സഭ വളരെ വ്യക്തമായി സഭയുടെ കാഴ്ചപ്പാടുകൾ ഏതാണ്ട് 50 വർഷത്തോളം ബ്ലെസ്സഡ് പോൾ ആറാമൻ മാർപ്പാപ്പായുടെ നേതൃത്വത്തിൽ അദ്ദേഹം നമുക്ക് സഭയ്ക്ക് നൽകിയ മനുഷ്യജീവൻ എന്ന ആ ചാക്രിക ലേഖനവും അതേ തുടർന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായിലൂടെ നമുക്ക് ലഭിച്ച ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിലുമെല്ലാം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സഭയുടെ കാഴ്ചപ്പാടുകൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ. ഒരുപക്ഷേ നമ്മുടെ സെക്യുലർ കൾച്ചർ, നമ്മുടെ ചുറ്റും ആളുകൾ വളരെ ഇതിനെക്കുറിച്ച് കോൺട്രവേഴ്സ്യലായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകാം. സഭയിൽ തന്നെയും ഇതിനെക്കുറിച്ച്, സഭയെന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ളവർ, നമ്മുടെ ഇടയിൽ തന്നെ ഇതിനെക്കുറിച്ച് വളരെ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഈ എപ്പിസോഡിലൂടെ അത് വളരെ വ്യക്തമായിട്ട് സഭയുടെ ആ കാരണങ്ങൾ നമുക്ക് മനസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് തെറ്റ്, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടത് നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാവും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് വിടുകയാണ്, ആ സ്ലൈഡിലേക്ക്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ശരിക്കും ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിവാഹത്തെക്കുറിച്ചുള്ള പദ്ധതിക്ക് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സഭ നമ്മളോട് പറയുന്നു. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ് വിവാഹത്തിലൂടെ ദൈവം ആവിഷ്കരിച്ച പദ്ധതി? അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദൈവീക സ്നേഹം അത് പ്രതിഫലിപ്പിക്കുവാനുള്ള ഒരു മാധ്യമമാണ് സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിലൂടെ അവരൊരുമിച്ച് വന്ന് പരസ്പരം അവർ സ്വയം ദാനമായി നൽകുവാനുള്ള ഈ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അവരുടെ ആ പ്രവൃത്തിയിലൂടെ അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടത്, ഇതൊരു ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രതീകമായിട്ടാണ് സ്ത്രീ പുരുഷന്മാർ
ഈ വിവാഹത്തിലൂടെ ദാമ്പത്യ ധർമ്മം നിർവഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ഗർഭധാരണം നിയന്ത്രിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാകുന്നുണ്ടോ? ഇല്ല. ഈ സ്നേഹം പൂർണ്ണമായിട്ട് പ്രകടമാകുന്നുണ്ടോ? ഇല്ല. സ്നേഹം പൂർണ്ണമായിട്ട് പ്രകടമാകുന്നുണ്ടോ? ഇല്ല. ഇല്ല. കാരണം നമ്മൾ കണ്ടു ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫ് ഗിവിങ്, സ്വയം ദാനമായി ഒന്നും പിടിച്ചു വയ്ക്കാതെ സമ്പൂർണമായി കൊടുക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഭാര്യാഭർത്താക്കന്മാർ ഈ ദാമ്പത്യധർമ്മം വിവാഹത്തിലൂടെ അവർ നിർവഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നമ്മൾ കോൺട്രാസെപ്ഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ സമ്പൂർണമായിട്ട് പരസ്പരം സ്നേഹിക്കുവാനുള്ള ആ ഒരു വലിയ കഴിവ് അവരത് ബ്ലോക്ക് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവരികയാണ്, ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് അവിടെ ശരിക്കും നമ്മളെ അമ്മയാകാനുള്ള അല്ലെങ്കിൽ അപ്പനാകാനുള്ള ആ ഒരു ചാൻസ് നമ്മൾ നിരോധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിലുപരി നമ്മുടെ ഒന്നുകിൽ ഭാര്യയെ അല്ലെ ഭർത്താവിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന, നിരസിക്കുന്ന, നമ്മൾ ആ പങ്കാളിയെ തിരസ്കരിക്കുന്ന ഒരു അനുഭവമായിട്ട് ഈ കോൺട്രാസെപ്ഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അന്തസത്തയിൽ അത് അങ്ങനെ തന്നെ ആയി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജീവിത പങ്കാളിയെ തന്നെ തിരസ്കരിക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ നമ്മുടെ ശരീരത്തോട് തന്നെ കള്ളം പറയുകയാണ്. നമ്മുടെ ശരീരത്തോട് കള്ളം പറയുക. എന്തുകൊണ്ടാണ് നമ്മൾ ശരീരത്തോട് കള്ളം പറയുന്നത്? എങ്ങനെയാ? ദൈവം നമ്മൾ നിക്ഷിപ്തമാക്കി തന്നിരിക്കുന്ന ആ ഒരു ദൗത്യം പൂർണ്ണമായി ചെയ്യാതിരിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം ടോണി പറഞ്ഞത് നമ്മൾ വിവാഹ വാഗ്ദാനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ 4 വിവാഹ വാഗ്ദാനങ്ങൾ എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് 4 വിവാഹ വാഗ്ദാനങ്ങൾ നമ്മൾ എടുക്കുന്നത്? സ്വതന്ത്രമായി, സമ്പൂർണമായി, വിശ്വസ്തയോടെ, ഫലദായകമായി ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ഇതാണ് വിവാഹ വാഗ്ദാനത്തിൽ നമ്മൾ എടുക്കുന്ന 4 വിവാഹ വാഗ്ദാനങ്ങൾ. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. മതബോധന ഗ്രന്ഥം 2364, അതുപോലെ തന്നെ ഹ്യൂമാനോ വിത്തേ അല്ലെങ്കിൽ മനുഷ്യ ജീവൻ, അവിടുത്തെ 9ാമത്തെ പാരഗ്രാഫ്, ഇവിടെയെല്ലാം പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഈ കഴിവ്, അതായത് യൂണിയൻ ആൻഡ് കമ്മ്യൂണിയൻ. അപ്പം നമ്മളെ സ്നേഹത്തിൽ ഒന്നിക്കുവാനും പങ്കുവയ്ക്കുവാനും അതിലൂടെ നമ്മളെ ഒരു പുതിയ ജീവന്, ഒരു പ്രൊക്രിയേഷൻ പ്രോസസ്സിന് ഉള്ള സാധ്യത, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ദൈവം നമ്മളെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചപ്പോൾ അവിടെ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ നിഷേധിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഗർഭം ധരിക്കുവാനുള്ള കഴിവ് അത് ദൈവം തന്നിരിക്കുന്ന ഒരു നെഗറ്റീവായിട്ടാണോ പോസിറ്റീവ് ക്വാളിറ്റി ആയിട്ടാണോ തന്നിരിക്കുന്നത്? പോസിറ്റീവായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആ പ്രൊക്രിയേഷൻ ആക്ടിവിറ്റിയിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ പ്രൊക്രിയേറ്റേഴ്സ് ആണെന്ന് പറയും. നമ്മൾ ക്രിയേറ്റേഴ്സ് അല്ല, പ്രൊക്രിയേഷൻ. ഇപ്പോൾ പ്രൊക്രിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ സഹകരിക്കുകയാണ്. ഇപ്പോൾ ദൈവമാണ് ക്രിയേറ്റർ, നമുക്ക് കുഞ്ഞിനെ തരുന്നത് ദൈവമാണ്. ആ ദൈവത്തോട് നമ്മൾ സഹകരിക്കുക,
ഭാര്യ ഭർത്താവ് അവരുടെ സ്നേഹത്തിൻ്റെ ഫലമായി ശാരീരികമായി അവരൊന്നിച്ച് ചേരുമ്പോൾ ആ എഗ്ഗും സ്പേമും ഫെർട്ടിലൈസ്ഡായി അവിടെ ദൈവം ഒരു പുതിയ ജീവനെ, അതാണ് ദൈവത്തിൻ്റെ ജീവനെ തന്നെ അവിടെ വെച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് ദൈവം അവിടെ ആരംഭം കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പ്രൊക്രിയേറ്റേഴ്സാണ്. അപ്പോൾ ഈ കഴിവ് നമുക്ക് തന്നിട്ടുള്ളത് നമ്മളതിനെ നിഷേധിക്കുകയും അതിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയും അപ്പം നമ്മുടെ കൺട്രോൾ അതിനെ വരുത്താനായിട്ടുള്ള ഒരു പരിശ്രമമാണ് പലപ്പോഴും നമ്മൾ ഈ കൃത്രിമമായിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഭ അതിനെക്കുറിച്ച് പറയുന്നത് അതൊരു സെൽഫ് ഗിവിങ്, ആ സ്നേഹത്തിന് എതിർ ഘടകമായിട്ടുള്ള ഒരു ആസ്പെക്റ്റായിട്ട് മാറുകയാണ്. നമ്മുടെ ലൈംഗിക പ്രവൃത്തികൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അവരുടെ സ്നേഹത്തിൻ്റെ ആ പ്രകടനം അത് വെറും ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമല്ല, അത് സ്നേഹത്തിനെതിരായിട്ടുള്ള ഒരു പ്രകടനമായിട്ട് അവിടെ മാറുകയാണ്. ശരിയായിട്ടുള്ള സ്നേഹമെന്ന് പറയുമ്പോൾ ഒന്നും പിടിച്ചു വയ്ക്കാതെ പരസ്പരം സ്വയം ദാനമായി കൊടുക്കുന്ന ആ സ്നേഹത്തിൻ്റെ മുഖമല്ല, സ്വാർത്ഥതയുടെ മുഖമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം നമുക്ക് ദാനമായി തന്നു. ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് നമ്മുടെ ജീവിതം തന്നെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ആ ദൈവസ്നേഹം ഇവിടെ അതിൻ്റെ ഒരു ഫോർടേസ്റ്റ് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ നമുക്ക് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നു. ഒരു വലിയ നമ്മുടെ ഡെസ്റ്റിനിയുടെ ചൂണ്ടുപലകയായിട്ടാണ് ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം കഴിഞ്ഞ എപ്പിസോഡിൽ ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചത്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളുടെ ഈ ബന്ധത്തിൽ നമ്മൾ പ്രതിഫലിപ്പിക്കുക, പ്രകടിപ്പിക്കുക. അതുകൊണ്ടാണ് പൗലോസ് ലീഗ എഫെസസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 31-32 വാക്യങ്ങളിലൊക്കെ പറയുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹം പോലെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹിക്കുക, ഈ ഒരുമിച്ച് ചേരുക, വൺ ഫ്ലഷ് യൂണിയൻ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. അപ്പോൾ ഇത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഈ 4 എലിമെൻറ്റിലൂടെ, ഈ 4 പ്രധാനപ്പെട്ട പോയിൻ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് സ്വതന്ത്രമായി, വിശ്വസ്തയോടെ, ഫലദായകമായി, നമ്മൾ സമ്പൂർണ്ണമായി. അപ്പോൾ ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ ബ്രാൻഡ്. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം നമ്മളിവിടെ ഈ സെക്ഷൽ യൂണിയൻ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം, മാരിറ്റൽ ലവ് എന്നൊക്കെ പറയുന്നത് ഞാൻ സ്വതന്ത്രമായി വിശ്വസ്തയോടെ സമ്പൂർണ്ണമായി എന്നെ തന്നെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ നിനക്ക് തരുന്നു എന്നുള്ളത് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ലാംഗ്വേജിലൂടെ നമ്മൾ അത് പ്രഖ്യാപിക്കുന്നതാണ് ശരിക്കും മാരിറ്റൽ ലവ് അല്ലെങ്കിൽ സെക്ഷൽ യൂണിയൻ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ വിവാഹിതരായവരും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, കത്തോലിക്കരെ വിവാഹ വാഗ്ദാനങ്ങൾ എടുക്കുന്നത് ഈ 4 കാര്യങ്ങളാണ്. ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ. സ്വതന്ത്രമായി, വിശ്വസ്തമായി, സമ്പൂർണ്ണമായി, ഫലദായകമായി ഞങ്ങൾ പരസ്പരം ജീവിത അവസാനം വരെ സ്നേഹിച്ചു കൊള്ളാമെന്ന് നമ്മൾ ഈ കൂദാശയിൽ വാഗ്ദാനം എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഗർഭനിരോധനത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്നൊന്ന് എടുത്തു നോക്കിയേ. ഫ്രീ, ഈ എലിമെൻ്റ് സ്വതന്ത്രമായി എന്ന ഈ എലിമെൻ്റ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? പിടിച്ചു വെച്ചാണ് സ്നേഹിക്കുന്നത്, സ്വതന്ത്രമായിട്ടല്ല. സ്വതന്ത്രമായിട്ട്. പക്ഷെ അവർ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രമല്ലേ? അതിൽ കുട്ടികൾ വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ അത് പൂർണ്ണമാകുന്നില്ല. അവിടെ ആ ഉള്ളിൽ സ്വാതന്ത്ര്യം അവരനുഭവിക്കുന്നില്ല. ഭയമാണ്. ഭയമുള്ളിടത്ത് സ്വാതന്ത്ര്യമില്ല. എന്താ ഭയം? കുഞ്ഞുണ്ടാകുമോ ഇല്ലയോ? ഏതായാലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭയത്തിൽ അവർ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ അവർ ശരിക്കും രണ്ടുപേരും ഉള്ളിൽ സ്വതന്ത്രരല്ല. ഇനി നമ്മൾ വേറൊരു എലിമെൻ്റ് എടുത്ത് നോക്കുക. സമ്പൂർണ്ണമായി, ടോട്ടൽ. അവരുടെ സ്നേഹം സമ്പൂർണ്ണമാണോ? ഇവിടെ ടോണി പറഞ്ഞു എന്താണ്? അവർ പിടിച്ചു വയ്ക്കുന്നുണ്ട്. എന്താ പിടിച്ചു വെക്കുന്നത് അവിടെ?
അതായത് ദൈവം അവർക്ക് റീപ്രൊഡക്ഷന് വേണ്ടി കൊടുക്കുന്ന ഒരു കഴിവിനെ അവർ അതിനെ ബ്ലോക്ക് ചെയ്ത് അവർ വിത്ത്ഹോൾഡ് ചെയ്യുകയാണ്. നമുക്ക് പ്ലഷർ വേണം, പക്ഷേ എങ്കിൽ അതിൻ്റെ ഫലമായി ഒരു കുഞ്ഞുണ്ടായാൽ അതിനെ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറല്ല. അവർ വിത്ത്ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ആ യൂണിയൻ തന്നെ ഇൻകംപ്ലീറ്റ് ആവുകയാണ്. അവിടെ വെറും ഒരു ബയോളജിക്കൽ ലെവലിലുള്ള ഒരു യൂണിയനായിട്ട് അതങ്ങ് മാറുകയാണ്. അതിനെ ഒരു തിയോളജിക്കൽ ഒരു ഡീപ്പ് ലെവലിൽ ദൈവസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ത്രിത്വൈക സ്നേഹത്തിൻ്റെ ഒരു റിപ്ലിക്ക ആയിട്ട് ആ സ്നേഹത്തെ, ആ യൂണിയനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അവർ വിശ്വസ്തരാണോ? വിശ്വസ്തത അവിടെ പാലിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് വിശ്വസ്തരല്ല അനൂപ്? അവര് ഒരിക്കലും കുട്ടികളെ ജനിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയല്ല. അല്ല. അതുപോലെ തന്നെ അവരെടുത്ത വിവാഹ വാഗ്ദാനത്തോട് അവർ വിശ്വസ്തരാണോ? അല്ലല്ല. ദൈവത്തോട് വിശ്വസ്തരാണോ? അല്ല. അവർക്ക് ഇതിലൊന്നും അവര് വിശ്വസ്തത പുലർത്തുന്നില്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവുമായിരിക്കും, പക്ഷേ എങ്കിൽ ആ വിശ്വസ്തത അവിടെ അവർ പുലർത്തുന്നില്ല. ആ എലിമെൻറ്റും അവർ ബ്രേക്ക് ചെയ്യുക. ഇനിയും അത് ഫ്രൂട്ട്ഫുൾ ആണോ? അതൊരു ഓപ്പൺ ആണോ ലൈഫിന്? അല്ല. കാരണം വിവാഹബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴാണ് അതൊരു ഫലദായകമാവുക എന്ന് നമ്മൾ പറയാം. ഫലദായകമാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 വിവാഹ വാഗ്ദാനങ്ങളും ഈ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ വിവാഹ വാഗ്ദാനം എടുത്തു, പക്ഷേ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ കള്ളം പറയുകയാണ് എന്ന് പറയുന്നത്. വി ആർ ലൈയിങ് വിത്ത് അവർ ബോഡി. എപ്പോഴും സെക്ഷൽ യൂണിയൻ നമ്മൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എടുത്ത ആ മാരേജ് വൗവിൻ്റെ അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ്, ശരീരത്തിലൂടെയുള്ള ഒരു എക്സ്പ്രഷനാണ് മാരിറ്റൽ ലവ് അല്ലെങ്കിൽ ദാമ്പത്യ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ കൃപ, അതായത് അവിടെ കൃപയുടെ ആ ഒഴുക്കിന് തടസ്സം വരികയാണ്. ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണെങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ പോപ്പ് ഫ്രാൻസിസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ വൈവാഹിക കൂട്ടായ്മയാകുന്ന ദേവാലയത്തിൽ ഇവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പരിശുദ്ധ ത്രിത്വം സന്നിഹിതമാണ്. അപ്പോൾ ഇവിടെ പരിശുദ്ധ ത്രിത്വം സന്നിഹിതമാണോ? ഈ ഒരു ആക്ഷനിൽ പരിശുദ്ധ ത്രിത്വം സന്നിഹിതമാണോ? അല്ല. തീർച്ചയായിട്ടുമല്ല. അപ്പോൾ പരിശുദ്ധ ത്രിത്വം സന്നിഹിതമല്ല എങ്കിൽ അവിടെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളുള്ളത് വിവാഹ ബന്ധങ്ങളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ധാരാളം വിള്ളലുകൾ, അകൽച്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഒരു കാരണമാണ്. വീണ്ടും നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്നേഹത്തെയും സെക്സിനെയും രണ്ടിനെയും 2 തട്ടിൽ നമ്മളങ്ങ് വേർതിരിച്ച് മാറ്റി നിർത്തുകയാണ്. ഇപ്പോൾ സ്നേഹം ഒരു വശത്ത്, അപ്പം നമ്മൾ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പം ഈ മാർഗങ്ങളിലൂടെ സ്നേഹം നമ്മളിൽ കുറഞ്ഞു പോവുകയാണ്, യഥാർത്ഥമായിട്ടുള്ള സ്നേഹം. പക്ഷേ എങ്കിൽ ബയോളജിക്കലായിട്ടുള്ള ഒരു ആക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ആഴമായ സ്നേഹത്തിനും അവിടെ കുറവ് സംഭവിക്കുക. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിനും അകൽച്ച, അത് അടുക്കുന്നതിന് പകരം അകൽച്ചയായിരിക്കും കുറേ കഴിയുമ്പോൾ സംഭവിക്കുന്നത്. ഇത് ഈ കോൺട്രാസെപ്ഷൻ്റെ ഒരു വലിയ ഒരു നെഗറ്റീവ് എഫക്റ്റ്, ഒരു തിക്തമായിട്ടുള്ള ഒരു ബാഡ് എഫക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് പരസ്പരം ഇവരെ വ്യക്തികളെ സ്നേഹിക്കുന്നതിന് പകരം ഇതിൻ്റെ ആഴം കൂടുന്തോറും തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്നേഹം, യഥാർത്ഥമായിട്ടുള്ള സ്നേഹം അവരിൽ വളരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഇങ്ങനെ കൃത്രിമമായിട്ടുള്ള ഗർഭനിരോധനത്തിലൂടെ അവർ ദാമ്പത്യ ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ. അതുപോലെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക്, ഇവിടെ എന്താണ്? ഇവർ തമ്മിലുള്ള
ആ യൂണിയൻ തന്നെ, ആ യൂണിറ്റ് തന്നെ, മനസ്സിൻ്റെ ആ ഒത്തൊരുമ തന്നെ ഗ്രാജ്വലി നഷ്ടപ്പെടുന്നു. ദാമ്പത്യധർമ്മം ഒരു കാഷ്വൽ സംഭവമായിട്ട് സെക്യുലർ കൾച്ചർ പറയുന്നത് പോലെ ഇതൊരു ബയോളജിക്കൽ, ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു പ്ലഷർ സീക്കിംഗ് ഉപാധിയായിട്ട് ഇതങ്ങ് മാറുമ്പോൾ ഇതൊരു കാഷ്വൽ ആക്ടിവിറ്റി ആയിട്ട് മാറുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പം നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യേണ്ടതെന്നാണോ? ഇഷ്ടംപോലെ കുട്ടികളിങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണോ? അങ്ങനെ ഒരിക്കലും സഭ പറയുന്നില്ല. ബോബിയുടെ ചോദ്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കൺട്രോളിൻ്റെ ആവശ്യമില്ല, കുട്ടികളെ എത്രത്തോളം വേണേലും ഉണ്ടായിക്കൊള്ളട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതൊരിക്കലും സഭ അങ്ങനെ പറയുന്നില്ല. നമ്മുടെ ഈ ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് എടുത്ത് കൂടുതൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. വെരി ഗുഡ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇതുപോലെ? രോഗാവസ്ഥ മൂലം ഈ കുട്ടികളെ വേണ്ടാന്ന് വെക്കുന്നത് അത് എങ്ങനെയാണ്? നമ്മൾ ഇതിപ്പോൾ ഈ ബോബി ചോദിച്ച ചോദ്യത്തിൻ്റെ വേറൊരു വശമാണ് അനൂപ് ചോദിച്ചത്. അപ്പോൾ ഏതെങ്കിലും കാരണത്താൽ, അപ്പോൾ സഭയുടെ അതൊരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ അവിടെയാണ് പിന്നെ സഭ നമ്മുടെ മനുഷ്യ ജീവനിലും ആ എൻസൈക്ലിക്കലിലും അതുപോലെ തന്നെ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ എടുത്ത് കൂടുതൽ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സഭ ഒരിക്കലും പറയുന്നില്ല ഇതെല്ലാം അവഗണിച്ചുകൊണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയും അതുപോലെ സാഹചര്യങ്ങളും എല്ലാം അവഗണിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം കുട്ടികൾ വേണോ അതെല്ലാം മാക്സിമം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡല്ല. അവിടെയാണ് റെസ്പോൺസിബിൾ പേരൻറ്റ്ഹുഡ് എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെരി ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത വിഷയത്തിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് പറഞ്ഞുകൊണ്ട് നമുക്കങ്ങ് നിർത്താം. അപ്പോൾ നമ്മൾ ഓരോ പോയിൻ്റ് ഒന്ന് പറഞ്ഞേ. ആദ്യമായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? കൃത്രിമമായിട്ട് ഗർഭനിരോധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്ന വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ ദാമ്പത്യധർമ്മത്തിൻ്റെ ആ പദ്ധതിക്ക് വിരുദ്ധമായിട്ടാണ്, ഘടകവിരുദ്ധമായിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നത് വഴി ദമ്പതികൾ അവർ തമ്മിലുള്ള സ്നേഹത്തിൽ പതിയെ അകൽച്ചയാണ് സംഭവിക്കുന്നത്. വെരി ഗുഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു പരിപൂർണ സ്നേഹത്തിലേക്ക് അവർക്ക് ഒരിക്കലും എത്താൻ പറ്റുന്നില്ല. കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നത് വഴി എപ്പോഴും നമ്മൾ നമ്മുടെ പ്ലഷർ സീക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളി ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ അവരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ പരസ്പരം ഉപയോഗിക്കുന്ന ഒരു പ്രവണത, അത് ഒരു കൺസ്യൂമറിക് ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. വെറും ഒരു ബയോളജിക്കൽ ആക്ട്, ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്ട്, ഒരു പ്ലഷർ സീക്കിംഗ് ആക്ട്, അല്ലെങ്കിൽ ഒരു കാഷ്വലായിട്ടുള്ള ഒരു ആക്ട് മറ്റുള്ള കാര്യങ്ങളെ പോലെ. അപ്പോൾ ഇതിൻ്റെ ആ യഥാർത്ഥമായിട്ടുള്ള ആഴമായിട്ടുള്ള ദാമ്പത്യധർമ്മത്തിൻ്റെ ആ അർത്ഥത്തിലേക്ക് ഇവർക്ക് വളരാൻ സാധിക്കുന്നില്ല. വെരി ഗുഡ് പോയിന്റ്. അപ്പോഴേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ടോണി പറഞ്ഞു. പിന്നീട് എന്താ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്? സ്വതന്ത്രമായി, വിശ്വസ്തയോടെ, സമ്പൂർണമായി, ഫലദായകമായി എന്ന ആ വിവാഹ വാഗ്ദാനമാണ് നമ്മൾ ഇതിലൂടെ ലംഘിക്കപ്പെടുന്നത്. വെരി ഗുഡ്. അപ്പം നമ്മൾ എടുക്കുന്ന 4 വിവാഹ വാഗ്ദാനങ്ങൾ, എല്ലാ വാഗ്ദാനങ്ങളും ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ. അത് സ്വതന്ത്രമായി, അത് ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, നമ്മളെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, അവരുടെ ദാമ്പത്യധർമ്മത്തിൽ പരസ്പരം അവർ സ്നേഹം പങ്കുവെക്കുമ്പോൾ അവരുടെ ശരീരത്തിലൂടെ, അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ അവരെ എക്സ്പ്രസ് ചെയ്യുന്നത് ഞാൻ നിന്നെ സ്വതന്ത്രമായി, സമ്പൂർണമായി, വിശ്വസ്തയോടെ, ഫലദായകമായി ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഈ മാരിറ്റൽ ലവ്. വണ്ടർഫുൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ നമുക്ക് വളരെ ക്ലിയറായി, വ്യക്തമായി, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ പോളാറാമൻ മാർപ്പാപ്പായുടെ 4 പ്രവചനങ്ങൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, 50 വർഷം കഴിഞ്ഞു മനുഷ്യജീവൻ എന്ന ആ ചാക്രിക ലേഖനം 1968 ജൂലൈ 25-ാം തീയതിയാണ്
ലോകത്തിൽ അങ്ങേയറ്റം കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു ചാക്രിക ലേഖനം പോൾ ആറാമൻ മാർപ്പാപ്പ ഈ ലോകത്തിൽ പുറപ്പെടുവിച്ചത്. അപ്പോൾ അതിൻ്റെ 50 വർഷം കഴിഞ്ഞെങ്കിലും ആ പ്രവചനങ്ങളെല്ലാം ഇന്നും നമ്മുടെ ചുറ്റും അത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക, അതിൻ്റെ തിക്തഫലങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. അതുവരേക്കും ബൈ ബൈ, ജീസസ് ലവ്സ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ വേണ്ട എന്നുള്ള ചിന്തയെ നമുക്ക് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യുവാൻ പറ്റും, സഭയുടെ എന്താണ് മനോഭാവം അതിനെക്കുറിച്ച്, അതുപോലെ തന്നെ പൊതുവേ പറയപ്പെടുന്ന നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച് ഒരു തീരുമാനമെടുത്താൽ മതി എന്നുള്ളതുമായി സഭയുടെ ആധികാരികമായിട്ടുള്ള അഭിപ്രായവും പഠനവും എന്താണ്, അതുപോലെ എന്താണ് പ്രത്യേകമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കോൺട്രാസെപ്ഷൻ ഇത്രയും പ്രചാരത്തിലിരിക്കുമ്പോൾ കത്തോലിക്ക സഭ എന്തുകൊണ്ട് അതിനെ ഒരിക്കലും അനുവദിക്കുന്നില്ല, ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങളുമായിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. John Paul II's Theology of the Body.